ഹായ്, നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ 100 ദിവസങ്ങൾ. ഈ സർക്കാരിനെ ഒന്ന് വിലയിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സുഹൃത്തുക്കൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിലയിരുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശന്റെ നേതാവും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയുമായ കെ.സി. വേണുഗോപാലിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം പരിശോധിച്ചാൽ മതി. അതൊരു ചോദ്യ രൂപത്തിലായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമാണോ? എന്തേ കേരളം ഭരിക്കുന്നത് ബി.ജെ.പി.ആണ്? ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശന്റെ 100 ദിനങ്ങളിലും അദ്ദേഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി വിഴുങ്ങുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ യു ടേൺ സർക്കാർ എന്നുള്ള ഒരു പേര് ഏറ്റവും എളുപ്പത്തിൽ സമ്പാദിച്ച ഒരു സർക്കാർ എന്നുള്ള ഒരു പേരും വിശേഷണവും വി.ഡി. സതീശൻ സർക്കാരിന് അർഹതപ്പെട്ടതാണ്. അത് മറ്റാർക്കും അർഹതപ്പെട്ടതേ അല്ല. എന്തൊക്കെയാണോ പറഞ്ഞത് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. അത് മാത്രമല്ല, പിന്നോട്ട് പോയതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ വീണ്ടും വീണ്ടും ഒരുപാട് നുണകൾ പറയേണ്ടി വന്നു. ബി.ജെ.പിയും വി.ഡി. സതീശൻ സർക്കാരും തമ്മിലുള്ള സമവാക്യമാണ് യഥാർത്ഥത്തിൽ ഈ 100 ദിന വിലയിരുത്തലിൽ ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട ഒരു ഘടകം. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്തൊരു തീരുമാനമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിരുന്ന വ്യക്തിയെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കുന്നു. അതൊരു അപവാദം മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ നമുക്ക് തെറ്റുപറ്റി. പിന്നീട് മാലപ്പടക്കം പോലെയായിരുന്നു ഒരു ബി.ജെ.പി. അനുകൂല അല്ലെങ്കിൽ ഒരു RSS പക്ഷ നിലപാടുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നടത്തിയൊരു നിയമനമുണ്ടല്ലോ, ഏവരെയും ഞെട്ടിച്ചു. എന്തായിരുന്നു നിയമനം? അതായത് ദേവസ്വത്തിന്റെ മന്ത്രി പറഞ്ഞു, എനിക്കറിയില്ല, അത് മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണ്. എന്തായിരുന്നു ആ നിയമനം എന്ന് പറയുന്നത്? അതായത് കൊള്ള നടത്തിയ സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകനെ, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകനെയാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചുകൊണ്ട് വി.ഡി. സതീശൻ ഞെട്ടിച്ചത്. നോക്കുക, അതിനുശേഷം നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശൻ സർക്കാരിന്റെ സമീപനം, ഗവർണറുടെ നിലപാടുകൾ, ഗവർണർ വകുപ്പ് മേധാവികളെ വിളിച്ച് ചർച്ച ചെയ്യാണ് നേരിട്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അത് 102 സീറ്റിന്റെ പിൻബലത്തിൽ വലിയൊരു ജനവിധിയോടുകൂടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് വകുപ്പ് മേധാവികളെ ഗവർണർ ലോക് ഭവനിലേക്ക് നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്യുകയാണ്. അത് പോരാഞ്ഞിട്ട് DGPയെ വിളിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ DGPയെ വിളിച്ചപ്പോൾ എന്താ ആഭ്യന്തരമന്ത്രി പറഞ്ഞെന്താ, ഒരു കുഴപ്പമില്ല, വിളിച്ചോട്ടെ എന്നാണ്. മുഖ്യമന്ത്രി മാത്രം പേരിന് ഒരു നീരസം പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇനിയും വിളിക്കും, അവരെയൊക്കെ വിളിക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടതെന്ന് എന്താ വെച്ചാൽ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക ഓഫീസിന്റെ ആവശ്യമില്ല. ലോക് ഭവനിലേക്ക് ആ ഓഫീസ് മാറ്റി ഗവർണറുടെ ആ മുറിയിൽ തന്നെ മറ്റൊരു കസേര മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നതാണ് അഭികാമ്യം. ഒരു ഭരണാധികാരിയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഭരണാധികാരി പറയുന്ന വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്ന്. അതിന്റെ സാധുതയാണ് ആൾക്കാർ കൂടുതൽ പരിശോധിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരികയാണ്. നമ്മുടെ കപ്പൽ നിർമ്മാണ രംഗത്ത് 10,000 കോടിയുടെ നിക്ഷേപം ആര് നടത്താൻ പോകുന്നു? ടാറ്റ നടത്താൻ പോകുന്നു. ആരോട് പറഞ്ഞു? ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ധനകാര്യ മാധ്യമ ഏജൻസിയോട്. ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞു. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? വളരെ രസകരമായിട്ടുള്ള മറ്റൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നു. ഈ വിഴിഞ്ഞം കയറ്റിറക്കുമതിയായി ബന്ധപ്പെട്ട ഒരു ടെർമിനലിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു. മുൻ സർക്കാർ വിഴിഞ്ഞത്തിന് വേണ്ടി കാര്യമായൊന്നും ചെയ്തില്ല, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡൊന്നും വികസിപ്പിച്ചില്ല. യഥാർത്ഥത്തിൽ മലയാളികളെ എങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റൂ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ജോലികൾ നിർത്തിവച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തോടെയായിരിക്കും ട്രക്ക് പോകുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് തിരുവനന്തപുരത്ത് നടന്നൊരു സമരം. ആ സമരത്തിന്റെ മുമ്പിൽ തുറമുഖത്തിന്റെ പണി നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസും മറ്റു ചില സംഘടനകളും ഉന്നയിച്ചപ്പോൾ പിണറായി എന്താ പറഞ്ഞേ?
പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം. പക്ഷേ തുറമുഖത്തിന്റെ പണി നിർത്തിവെക്കാൻ പറ്റില്ല. അത്രയും ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോയി തുറമുഖം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ചാണ് വി ഡി സതീശൻ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. അത് ആരെയും ഞെട്ടിച്ചുപോയി. പക്ഷെ ഇതൊന്നുമല്ല, ഇവിടെയൊന്നുമല്ല ക്ലാസിക് ആയിട്ടുള്ള കാര്യം ഹെലികോപ്റ്ററാണ്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ സർക്കാരിന്റെ ഒരു ലോഗോ അനാവരണം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ മറ്റൊന്നും നോക്കാതെ ഒരു ഹെലികോപ്റ്ററിന്റെ പടമായിരിക്കും ലോഗോ ആയിട്ട് വെക്കുക. അതായത് പഴയ വാക്കുകളും ഇപ്പോഴത്തെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ നമ്മളെ മനസ്സിലേക്ക് സങ്കല്പിച്ചാൽ മതി. പിണറായി സർക്കാരിന്റെ കാലത്തെ ഒരു ഹെലികോപ്റ്ററെ മുൻനിർത്തി നിയമസഭയിലും പുറത്തും വി ഡി സതീശനും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തിയ പ്രതികരണങ്ങൾ എത്രയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിലെ യാത്ര ചെയ്യുന്നത്. പോയിക്കോട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും അഭികാമ്യമല്ലാത്ത ഒരു ഘടകമെന്ന് പറയുന്നത് കാപട്യമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ കാപട്യം, ഒരേ സമയം ആദർശമുണ്ടെന്നും പ്രായോഗികത ഉണ്ടെന്നും നടിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ആദർശത്തിന്റെ ആ തടവറയിൽ ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭരണാധികാരിയുടെ പ്രായോഗികതയോടെ മുമ്പോട്ട് പോവുക. ആ ഹെലികോപ്റ്ററിന്റെ മുകളിൽ അദ്ദേഹം കിടന്ന് തിരിഞ്ഞു മറിഞ്ഞ് കുത്തി മലർന്ന് ഈ ആകാശ ചുഴിയിലൊക്കെ ഏർപ്പെടുന്ന ആ രംഗങ്ങളൊക്കെ എത്ര അപഹാസ്യമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചത്. PM ശ്രീ ഏവരും പ്രതീക്ഷിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതാ PM ശ്രീയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഒരു ശവമഞ്ചം പോലെ കൊണ്ടുപോയി അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുന്നു. ഇപ്പോൾ അറബിക്കടൽ വേണ്ട, വേണമെങ്കിൽ അഴുക്കുചാല് കിട്ടുകയാണ് ചവിട്ടി താഴ്ത്താന്നാ പറയുന്നത്. പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണം. പിണറായി സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വീടെന്ന് പറയുന്നത് ഒരാളുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടതാണ്. കയറി കിടക്കുന്നൊരു സ്ഥലമല്ലേ ഇത്. അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തലമല്ലേ വീടെന്ന് പറയുന്നത്. അവിടെ കേന്ദ്ര സർക്കാരിന് ലോഗോ കൊണ്ട് കുത്തിവെക്കുക, പ്രധാനമന്ത്രിയുടെ പേര് കൊണ്ട് കുത്തിവെക്കുക, അങ്ങനെ ഇത് മറ്റുള്ളവരുടെ സഹായത്തിൽ കിട്ടിയൊരു വീടാണ് എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുക. ആ പരിപാടിക്ക് ഞങ്ങളില്ലാന്ന് പിണറായി പറഞ്ഞു. ഇപ്പൊ സതീശൻ, ഞാൻ നോക്കുമ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ സതീശൻ കൂളായിട്ട്, ഉള്ളിൽ ഭയങ്കര വെപ്രാളമായിരിക്കും, കൂളായിട്ടൊരു ഫയൽ ഇങ്ങനെ മറിച്ചോണ്ട് പറയാം, അതൊക്കെ അവർ വെച്ച കണ്ടീഷനാണ്. ഈ കണ്ടീഷനല്ലേ വി ഡി സതീശൻ നമ്മൾ എതിർത്തുകൊണ്ടിരുന്നത്? ഈ PM ശ്രീ ഉൾപ്പെടെയുള്ള കണ്ടീഷൻസിനെയല്ലേ നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്നത്? ഇടതുപക്ഷവും BJPയും തമ്മിൽ എന്തോ സമ്പർക്കമുണ്ടെന്ന് ന്യായീകരിക്കാൻ വേണ്ടി, വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടും സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത് ഉപയോഗിച്ച ആയുധങ്ങളായിരുന്നില്ലേ ഈ PM ശ്രീയൊക്കെ? ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറ്റിയത്? BJPയും ഈ സർക്കാരും തമ്മിലുള്ള സമവാക്യത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ വിദ്വേഷവും വിഷവും പടത്തുന്നതിന് വേണ്ടി നടത്തുന്ന പ്രസ്താവനകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കേരള സമൂഹം വ്യത്യസ്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. TG മോഹൻദാസിന്റെ പ്രസ്താവന എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ജന്തർ മന്ദറിൽ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കണം, മാത്രമല്ല ഒരു 4 കിലോമീറ്റർ വളച്ചു വെച്ചിട്ട് അവരെ വെടിവെച്ച് വീഴ്ത്തണം. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാൾക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നടപടിയെടുത്തത്. അത് കഴിഞ്ഞ് കൂളായിട്ട് ഒത്തുകളിച്ച് ജാമ്യം ഒരുക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാണിന്മേലാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള സുഗതന് ലീവ് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആഭ്യന്തര തദ്ദേശ വകുപ്പുകൾ നടത്തിയിട്ടുള്ള ശ്രമം, ഇത് BJPയുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുണ്ട്. 100 ദിവസം പിന്നിടുക, കേന്ദ്ര സർക്കാരിനെതിരെ കമാന്നൊരു വാക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ബജറ്റ്, അതിനുശേഷം വന്നിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മുടെ റെയിൽവേ സ്വപ്നങ്ങൾ ഒന്നൊന്നായി അരിഞ്ഞു കളയുന്ന നിലപാടുകൾ, നമുക്ക് അതിവേഗ പാതയില്ല, നമുക്ക് കോച്ച് ഫാക്ടറി ഇല്ല, നമുക്ക് പ്രത്യേക പദ്ധതികളില്ല, ഒരു പ്രശ്നവുമില്ല ഈ സർക്കാരിന്. കമാന്തരക്ഷം ഉണ്ടാറില്ല. ഇപ്പോഴതാണ് പാലക്കാട് ഡിവിഷൻ മുറിച്ചുകൊണ്ട് പോകുന്നു, മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു സോൺ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഉള്ള ഡിവിഷനും ശുഷ്കമാകും.
ഈ സർക്കാരിന് എന്ത് വിലയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്? ഒരു ഡിവിഷൻ മുറിക്കുന്ന കാര്യം അതുപോലും കേരള സർക്കാരിനെ അറിയിക്കാതെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത്. പക്ഷേ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള വ്യവഹാരം ജാഗ്രതയോടെ ആയിരിക്കണം. അവിടെ സഹകരണത്തിന്റെ തലമുണ്ട്, അവിടെ പ്രതിഷേധത്തിന്റെ തലമുണ്ട്, അവിടെ പോരാട്ടത്തിന്റെ തലമുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യകരമായ സൗഹൃദമായ ബന്ധം മാത്രമാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിന്റെ അവകാശങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങേണ്ടി വരും. ഈ സർക്കാർ അതിന് തയ്യാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ പ്രസക്തമായി ഉയർന്നിരിക്കുകയാണ്. 100 ദിനം പിന്നിടുന്ന ഈ സർക്കാരിനെ അപകീർത്തിക്കാൻ വേണ്ടിയിട്ട് 900 കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കാലയളവിൽ ഈ സർക്കാർ എന്ത് നേടി, എന്ത് ചെയ്തു എന്ന് പരിശോധിക്കപ്പെടണം. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടിക്കരണം പറയുന്നു. ഓരോ തലത്തിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്നു. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് മാത്രമൊന്ന് പരിശോധിച്ചാൽ മതി. എങ്ങനെയാണ് അരി മുതൽ എല്ലാ വ്യഞ്ജനങ്ങൾക്കും വില വർദ്ധിച്ചത്? ഈ 100 ദിനത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ വരാൻ പോകുന്ന ദിനങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളൽ.